താനിത് എവിടെയായിരുന്നോ? ആ സ്ത്രീ പീഡന കേസിലെ പ്രതികളെ തപ്പി പോയതാ. 400 എണ്ണത്തിലേ കിട്ടിയുള്ളൂ. ഇനി ഒരു 300 എണ്ണം കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ കാര്യം എന്തായി? ആകെ കുഴഞ്ഞു. നാളത്തെ പത്രത്തിലെ പ്രധാന വാർത്തകളാ. MS വിക്കും രാജൻ ഫിലിപ്പിനുമെതിരെ ശക്തമായ തെളിവുകൾ. ഈ തെളിവും കണ്ടെത്തിയത് സൂപ്പർമാൻ. ഇയാളുടെ ശരിയായ പേര് ഹരീന്ദ്രൻ എന്നാണ്. ഒരു സ്ഥിരം കുറ്റവാളി. 100-ലധികം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. മോഷണ കേസുകളാണ് അധികവും. കോടതിയിൽ സ്വയം ബാധിക്കുന്ന കള്ളൻ. ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ അഡ്വക്കേറ്റിന് പോലും ഇവനെ കോടതിയിൽ തോൽപ്പിക്കാൻ കഴിയില്ല. പണ്ടെപ്പോഴോ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടതൊഴിച്ചാൽ പിന്നീട് ഇതുവരെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. പോലീസിന്റെ തീരാ തലവേദനയാണിവൻ. പക്ഷേ ഈ കേസിൽ ഇവൻ പോലീസിനെ രഹസ്യമായി സഹായിക്കുന്നു. എന്തിന്? നാണം കെട്ട ഏർപ്പാടായി പോയി. കേസ് അന്വേഷിക്കാൻ ഒരു കള്ളം വേണമെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഈ വേഷവും കെട്ടി വടിയൊക്കെ പിടിച്ച് നടക്കുന്നതിനാ? സർ പ്ലീസ്, ദയവ് ഇതെന്നെ വിശ്വസിക്കണം. എന്റെ അറിവോ സമ്മതവും ഇല്ലാതെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിയാൻ പറ്റില്ല നിത്യ. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കാ. സർ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. കേസ് അന്വേഷിക്കുന്നത് പോലീസാണോ അതോ കള്ളന്മാരാണോ എന്ന് ആളുകൾ ചോദിക്കുന്നത്. ആ ചോദ്യം പോലീസിൽ തന്നെയുള്ള ചില കള്ളന്മാരെ കുറിച്ചും ആവാം അല്ലേ സാർ? ആവില്ല അല്ലേ സാർ? ബാലേന്ദ്രന്റെ വൈഫല്ലേ ആ ന്യൂസ് കൊടുത്തത്? അതെ സാർ. അപ്പോ ബാലേന്ദ്രൻ അവനെ കുറിച്ച് എല്ലാം അറിയാം. കുറച്ചൊക്കെ. അവനെ അറസ്റ്റ് ചെയ്യണം സാർ. അത് പോലീസിനെ സഹായിക്കുന്നു എന്ന വ്യാജേന അവൻ ചെയ്തിട്ടുള്ള നിരവധി മോഷണങ്ങളും കവർച്ചകളും ഒക്കെയാണ്. അത് നമുക്ക് തെളിവുകൾ ശേഖരിച്ചു തരാൻ. കൂടുതൽ വിശദീകരിക്കണ്ട. എത്രയും പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്യണം. എഴുന്നേക്കതാ, പത്രം വന്നു. പത്രം വന്നു. പിന്നെ വരാൻ പറ. എഴുന്നേറ്റ് ഇതൊന്ന് നോക്കിയേ. ഉറക്കൊക്കെ ഇപ്പൊ പോ. പോലീസും കള്ളനും ചില പ്രേമരംഗങ്ങൾ രഹസ്യ കേന്ദ്രത്തിൽ കൂടിക്കാഴ്ച. എങ്ങനെയുണ്ട്? നെഗറ്റീവ് ഇന്നലെ രാത്രി എന്റെ കയ്യിൽ കിട്ടി. ഞാനത് അപ്പൊ തന്നെ പ്രസ്സിൽ എത്തിച്ചത് കൊണ്ടാ ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോ വന്നത്. കലക്കില്ലേ? കലക്കിയടി, നീ എല്ലാം കലക്കി. ഈശ്വര, ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ തൊപ്പി. നീ ഒരു കാര്യം ചെയ്യ്, ആ കുളിമുറി എടുത്തോണ്ടാ, ഞാൻ ഒന്ന് കുളിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, ആ ഷേവിംഗ് സെറ്റിംഗ് എടുത്തോണ്ടാ, ഞാൻ ഒന്ന് പല്ലി വെക്കട്ടെ. എന്തെങ്കിലും എടുത്തോണ്ട് വാടി, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ. ഓ, വായി നോക്കി നിൽക്കുക. ഇവിടെ കൊണ്ട് ഞാൻ തോറ്റി. എന്റെ ഈശ്വര. എന്തിനാ ബാലേട്ട ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ഇപ്പൊ കുഴപ്പത്തിലായിരിക്കുന്നത് മിസ് നിത്യ IPS ആണ്. ബാലേട്ടന്റെ തൊപ്പി തെറിപ്പിക്കുന്നു പറഞ്ഞല്ലേ? ഇനി കാണാം ആരുടെ തൊപ്പിയാ തെറിക്കുന്നെന്ന്. എന്റെ പരമ്പര ഒന്ന് വന്നോട്ടെ. വന്നോട്ടെടി, വന്നോട്ടെ. ഞാനൊന്ന് പോയച്ച് വന്നോട്ടെ. നിന്റെ പരമ്പര ഇന്ന് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. പേടിപ്പിക്കല്ലേ? ചിലപ്പോ ഇതേ കള്ളനും താങ്കളുമായി നിൽക്കുന്ന ഒരു ഫോട്ടോയും പത്രത്തിൽ വന്നേക്കാം. സമയമില്ല. ഒരുപാട് കൊണ്ടിങ്ങ് വരും ആശ. വിശദീകരണം ഒന്നും വേണ്ട. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ അവന് കുറെ കൂടെ എളുപ്പമായി. തെളിവുണ്ടാക്കാൻ വേണ്ടി അവൻ നടത്തിയ മോഷണങ്ങളൊക്കെ നിത്യയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഇനി അവൻ പറഞ്ഞാൽ നിത്യക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. തുടങ്ങി. ഇനിയിപ്പോ ഇതിനൊക്കെ സമാധാനം പറഞ്ഞത് ഞാനും. ഓ, അല്പം ക്രൂരമായി പോയി, അറിയാൻ സാർ. പക്ഷെ ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ സാർ എന്നെ പിടിച്ചകത്തിടും. അതുകൊണ്ടാ. നമ്മൾ തമ്മിൽ വലിയ പരിചയമാണെന്ന് ഇന്നത്തെ പ്രഭാതം തെളിയിച്ചു കഴിഞ്ഞു. പത്രം കണ്ടില്ലേ? സാറ് പറഞ്ഞിട്ടാണ് ആ തെളിവുകളൊക്കെ ഞാൻ ശേഖരിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ കോടതി അത് വിശ്വസിക്കും. ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അതിനേക്കാൾ വലിയ കുറ്റവാളിയായിട്ട് സാറിനെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ച കുറ്റം IPC A193. അങ്ങനൊരു വകുപ്പ് സാറിന് അറിയാലോ. 7.5 കൊല്ലത്തെ കഠിന തടവാണ് ശിക്ഷ. സാറിനത് വാങ്ങിത്തരാൻ എനിക്കൊരു വക്കീലിന്റെ സഹായം പോലെ ആവശ്യമില്ല, അറിയാലോ. നീ ജയിച്ചു എന്ന് കരുതണ്ട. നിന്നെ ഞാൻ വിടില്ല, ഒരു കാര്യത്തും വിടില്ല. എനിക്ക് ജയിച്ചേ പറ്റൂ. ഒരിക്കൽ തോറ്റുപോയാ എന്റെ നാശം അവിടെ തുടങ്ങും. ജയിക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യും, എന്തും പറയും. അതൊന്നും താങ്ങാനുള്ള കരുത്ത് സാറിനുണ്ടാവില്ല. അതുമല്ല, സാറിനെ പോലത്തെ ഒരു നല്ല ഉദ്യോഗസ്ഥയോട് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പറയാ, എന്റെ പുറകെ നടന്ന് വെറുതെ സമയം പാഴാക്കരുത്. എന്നെ കൂട്ടിലടക്കാനുള്ള നിയമമൊന്നും നിത്യ IPS പഠിച്ചിട്ടില്ല. പിന്നെ ആ കല്യാണത്തിന് എനിക്ക് ഇപ്പോഴും സമ്മതം കേട്ടോ.
ഇതല്ലേ അവന്റെ താവളം. ജീപ്പ് അങ്ങോട്ട് മാറ്റിയിട്ടു. ഞങ്ങൾ വരണോ സാർ? വേണ്ട, ഇത് തൃപ്പേശക സ്ഥലമാണ്. പോലീസാണെന്ന് അറിയിക്കാതെ വേണം അകത്തേക്ക് ചെല്ലാൻ. അതല്ലേ ഞാൻ മഫ്റ്റിയില് സോറി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്പം ബുദ്ധി പ്രയോഗിക്കുന്നതാണ് ബുദ്ധി. ആരും അറിയാതെ അവനെ അറസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം. ജീപ്പ് നല്ല ദൂരത്തേക്ക് മാറ്റിട്ടോ. ശരി സാർ. എന്ത് വേണം? ഇവിടെയല്ലേ ഹരീന്ദ്രൻ താമസിക്കുന്നത്? നീ എന്താണോ വിചാരിച്ചത്? ഞാനാണ് ആണുങ്ങളെ പറ്റി പൊറപ്പിക്കുകയാണോ? പെങ്ങളെ, അതല്ല ഞാൻ. എന്താ അവിടെ? എന്താടി കൊച്ചമ്മണി? ഇയാൾക്ക് ഇതിനകത്ത് ആളുണ്ടോന്ന് അറിയണമെന്ന്. ആ നീ പോ. എന്താ സാറേ തോക്കൊക്കെ ആയിട്ട് വെടിവെക്കാൻ ഇറങ്ങിയതാ? അല്ല അതിനെ കൊച്ചുണ്ണി വേണ്ട, പരിചയം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന ഈ പരിചയം ഒന്നും ഞങ്ങളോട് കാണിക്കാറില്ലല്ലോ. അല്ല, അത് ഛീ, പട്ടി മാറി നിക്കടാ എന്നല്ലേ സാറ് പറയാറുള്ളത്? അല്ല സാർ എന്തിനാ മാറിയുന്നത്? അത് പിന്നെ സൂര്യപ്രകാശം കണ്ണിലടിച്ചിട്ട് സൺലൈറ്റ്. ഓഹോ, എല്ലാരും ഉണ്ടല്ലോ. ഹൗ ആർ യു? ഹരീന്ദ്രൻ എവിടെ? ഹരീന്ദ്രന്റെ പേരും പറഞ്ഞ് ആരും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഈ കോളനിക്കകത്ത് വന്ന് എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാ അടിച്ച് പൊളിക്കണ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഹരീന്ദ്രനെ ഒന്ന് കാണാൻ വന്നതാ. അവനെ അറസ്റ്റ് ചെയ്യാൻ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവുണ്ട്. നമ്മുടെ ഹരീന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാടാ. അതെ. എങ്കിൽ പിന്നെ തല്ലണ്ട. താങ്ക് യു. തല്ലിക്കൊല്ലടാ ഇവനെ. ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ല, അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് തരാൻ വന്നതാ. ജസ്റ്റ് മുന്നറിയിപ്പ് തന്നല്ലോ. അതെ. എന്നാ ചേട്ടനെ തൂക്കിയെടുക്ക്. വേണ്ട. വേണ്ട, ഒന്നും ചെയ്യണ്ട. അതെ. ഇത്രയും നാളും ഞാൻ ഉണ്ടാക്കി തന്ന തെളിവുകളും വെച്ച് പത്രത്തിലും ടിവിയിലൊക്കെ ഷൈൻ ചെയ്തിട്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിങ്ങോട്ട് വന്നാലുണ്ടല്ലോ, തൊപ്പിയാൻ തെറിപ്പിക്കും. അറിയാലോ ഞാൻ ആരാണെന്ന്. അവളില്ലേ IPS കാരി, അവളോട് നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടു. തന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന് തന്നോടൊരു കള്ളൻ പറഞ്ഞോ? അത് കേട്ട് താൻ ഇങ്ങോട്ട് പോന്നോ? എന്റെ മാത്രമല്ല, സാറിന്റെ തൊപ്പിയും തെറിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ യൂണിഫോം ഇട്ടോണ്ട് പറയാൻ പാടില്ലാത്ത എങ്കിലും പറയാ. അവനെ കൊണ്ട് അതിന് സാധിക്കും സാർ. പറഞ്ഞതൊക്കെ ചെയ്ത് കാണിച്ചിട്ടുള്ളവനാ അവൻ. ആണോ? ആണ് സാർ. എങ്കിൽ എനിക്കതൊന്ന് കാണുമല്ലോ. കാണാം സാർ. തനിക്ക് ഞാൻ 2 ദിവസത്തെ സമയം തരാം. തന്നോളൂ സാർ. അതിനുള്ളിൽ അവൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ. തന്റെ തൊപ്പി തെറിപ്പിക്കാൻ പോകുന്നത് ഞാനാ. താങ്ക് യു സാർ. അപ്പൊ തൊപ്പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ എന്ത് ചെയ്തെന്നാ? നിന്റെ ആ മുടിഞ്ഞ റിപ്പോർട്ടാ എല്ലാത്തിനും കാരണം. ഞാൻ സത്യമല്ലേ എഴുതിയത്? ആ സത്യം നീ എങ്ങനെയാടി അറിഞ്ഞത്? എന്റെ പുറകെ ഞാൻ പോകുന്നിടത്തൊക്കെ ഒരു CID പോലെ പാത്തും പതുങ്ങി നീ വന്നു. ഞാനൊരു ഭാര്യയാണ്. ഭർത്താവ് എവിടെയാ പോകുന്നത്, ആരെയാ കാണുന്നതെന്നൊക്കെ അറിയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഭാര്യയ്ക്കുണ്ട്. ഭർത്താവ് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഒളിഞ്ഞും മറിഞ്ഞും കണ്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഉണ്ടാക്കുന്നതല്ല ഭാര്യയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം. ഞാനൊരു ജേർണലിസ്റ്റ് അല്ലേ? ഏത് ഇരുട്ടത്ത് നടക്കുന്നത് കാണാനും എത്ര അകലെ പറയുന്നത് കേൾക്കാനുമുള്ള കഴിവ് ഒരു ജേർണലിസ്റ്റിന് ഉണ്ടാവണമെന്ന് ബാലേട്ടൻ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്? അതെ, പക്ഷെ അത് പഠിപ്പിച്ചു തന്ന ആൾക്കിട്ട് തന്നെ പണിയരുതായിരുന്നു. നിത്യ IPSനെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാലോ. അവൻ ആരാണെന്നും നിനക്കറിയാം. ഇപ്പൊ അവര് തമ്മിൽ നേരിട്ടൊരു ഫൈറ്റിന് ഇറങ്ങിയിരിക്കാം. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയില്ല എന്റെ പൊന്നു. എന്റെ ഈശ്വരാ, ഞാൻ എന്താ ഈ കാണണേ? ഇതൊക്കെ എവിടുന്നാ? സ്ത്രീപീഡന കേസിലെ 57-ാം പ്രതി ഒരു സ്വർണ്ണക്കടക്കാരനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവിടെ ഞാനിന്നൊരു അന്വേഷണത്തിനായിട്ട് കയറി. 200 പവനുണ്ട് ഇത്. നിങ്ങളൊരു മണ്ടന. ഇത്രയും വലിയൊരു പ്രതിയെ കൈ കിട്ടിയിട്ട് 200 പവന്റെ അന്വേഷണം നടത്തി വന്നിരിക്കുന്നു. ഒരു 500 പവന്റെ അന്വേഷണങ്ങൾ നടത്തണ്ടേ?
എന്നെ മനസ്സിലായില്ലായിരിക്കും. ഇല്ല. ഇപ്പൊ ഒരു ബെല്ലടിച്ച ശബ്ദം കേട്ടില്ലേ? ഉവ്വ്. ആ ബെല്ലടിച്ചത് ഞാനാ. ആ. സ്വർണ്ണക്കട മുതലാളി ഞാനാ. 200 പവൻ കൊടുത്തയച്ചില്ലേ ഞാനാ. ആ സ്ത്രീ പീഡന കേസിലെ 57ാമത്തെ പ്രതി ഞാനാ. ദേ, സ്വർണ്ണ കണ്ണടി ഉണ്ട്, സുന്ദരിയായിട്ടൊരു ഭാര്യയുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ ആ പീഡനത്തിൽ പെട്ടുപോയി. ഈ കേസിന് എങ്ങനെയെങ്കിലും എന്റെ തല ഒന്ന് ഊരി തരണം. 200 പവൻ പോരെങ്കിൽ ഒരു 200 പവൻ കൂടി തരാം. ഇന്ന് തന്നെ തരാം. ദേ, എന്നെ രക്ഷിക്കണേ. അതിന് കാലൊന്നും പിടിക്കണ്ട. കാലൊന്നും പിടിക്കാനല്ല പെങ്ങളെ, ഞാൻ പാദസരം ഉണ്ടോന്ന് നോക്കിയതാ. ഇല്ലെങ്കിൽ കടയിൽ നിന്ന് കൊടുത്തയക്കാം. അപ്പൊ കടയിൽ വരുമ്പോ ഒരു 4 മണിക്കും 5 മണിക്കും ഇടയില് കടയിൽ വന്നാ മതി. അപ്പൊ ഞാൻ കടയിലുണ്ടാവും. എന്നെ രക്ഷിക്കണം. അല്പം മനസാക്ഷി ഉള്ളതുകൊണ്ട് ചോദിക്കുക. വൈകിട്ട് 4 മണിക്കോ 5 മണിക്കോ ഇടയില് കടയില് ഞങ്ങൾ വന്നാ സ്വർണം കിട്ടോ? കിട്ടും. ഉം. അപ്പൊ ശരി. ഉം. ആ പിന്നെ ഇവിടെ ഇപ്പൊ 200 ഉണ്ട്. ഇനി ഒരു 200 കൂടി വരുന്നുണ്ട്. ഉം. അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഈ ബിൽഡിങ്ങിനെ വല്ല കള്ളന്മാരും കയറിയാലോ? CA ജഗന്നാഥിന്റെ വീട്ടില് കള്ളന്മാര് കയറേ. അപ്പൊ ഇതുവരെ ഈ വീട്ടിലെ കള്ളന്മാർ കയറിയിട്ടേ ഇല്ല. ഈ വീട്ടിൽ നിന്ന് ഒരു മൊട്ടുസൂചി പോലും കൊണ്ടുപോവാൻ ഒരുത്തിന് ധൈര്യം വരില്ല. അപ്പൊ ഇന്ന് വരെ ഒന്നും പോയിട്ടില്ല. ഇല്ലെന്നേ. താങ്ക് യു.